ഈ സർക്കാർ ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് പിന്നീടും ചർച്ച ചെയ്യാൻ കഴിയും. അതിനപ്പുറത്ത് പക്ഷേ ഉണ്ടാകുന്നത് ജനങ്ങളുടെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. അതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണേണ്ടത് മറ്റാരുമല്ല ഈ സർക്കാർ ഈ സംവിധാനവും തന്നെയുമാണ്. ഡോക്ടർ രാജീവ് ജയദേവ്, ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് എത്തുന്നത്. എന്തൊക്കെയാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ കുറെ കാലമായി 8-10 വർഷത്തെ വേസ്റ്റാണ് ഇത് കൂടിക്കിടന്ന് എന്തായി പരിവർത്തനപ്പെട്ടിട്ടുണ്ട്? ഇത് കത്തുമ്പോൾ പുറത്തേക്ക് വരുന്നത് എത്രത്തോളം വിഷമയമായ വാതകമാണ്? ഇതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് കേട്ടുകേൾവികൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുള്ളവർ, പ്രായമായ മാതാപിതാക്കളുള്ളവർ, അവനവനെ കുറിച്ച് തന്നെയുള്ള ആശങ്ക ഇതൊക്കെയുണ്ട് കൊച്ചിക്കാർക്ക്. ഈ മൂടി നിൽക്കുന്ന പുക എന്ന് പറയുന്നത് അവനവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പോകുന്നതാണോ എന്ന ഒരാശങ്കയ്ക്ക് കീഴിലാണ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ IMA ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനെ എത്രത്തോളം ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ N95 മാസ്കുകൾ പോലും പര്യാപ്തമല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞും കേൾക്കുന്നു. ഇപ്പോൾ ഇവിടെ ബ്രഹ്മപുരം പ്ലാന്റിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഡോക്ടർമാർക്കിടയിൽ ഇതേപ്പറ്റി ഏറെ നാളായി ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന്റെ കണക്കുകളും അതിന്റെ സ്റ്റഡീസും എല്ലാം അവലോകനം ചെയ്തതിന് ശേഷം ഒരു പ്രസ് റിലീസും നമ്മുടെ IMA യൂണിറ്റിൽ നിന്നും കൊടുത്തിരുന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ സ്പെഷ്യലിസ്റ്റുകളുമായി എല്ലാം കൂടിയാലോചിച്ചതിന് ശേഷമുള്ള ഒരു രത്ന ചുരുക്കമാണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട സംഗതി ഇതാണ്: ഒരു പ്ലാസ്റ്റിക് മാലിന്യം, അതായത് ഈ മാലിന്യ കൂമ്പാരം കത്തുമ്പോൾ 2 തരത്തിലുള്ള മാലിന്യങ്ങളാണ് അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഒന്ന് ചാരം, അതായത് പാർട്ടിക്കുലേറ്റ് മാറ്റർ, അതിനെ പൊടി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. മിക്കവാറും ചാരമായിരിക്കും. അതിനകത്ത് കാർബണും അതോടൊപ്പം തന്നെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില രാസപദാർത്ഥങ്ങളും. അതോടൊപ്പം ഗ്യാസസ് ഉണ്ടാകാറുണ്ട്, വാതകങ്ങൾ നമുക്കറിയാം. അത് ഗേഷ്യസ് ഫോമിലായതുകൊണ്ട് അതിനെ ഒരു സാധാരണ മാസ്ക് വെച്ച് നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. ഒരു മാസ്ക് വെച്ച് നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നത് ഈ പാർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള മാറ്റർ ആണ്. പാർട്ടിക്കിൾസ് പൊടിപടലം, അതുപോലെ അത് ദ്രവരൂപത്തിലാകാം, ഖരരൂപത്തിലാകാം, സോളിഡോ ലിക്വിഡോ ആകാം. അങ്ങനെയുള്ള പദാർത്ഥങ്ങളെല്ലാം ഈ മാസ്ക് വെച്ചിട്ട് സാധാരണ N95 അല്ലെങ്കിൽ സർജിക്കൽ മാസ്ക്, വെൽ ഫിറ്റിംഗ് സർജിക്കൽ മാസ്ക് ഉണ്ട്. നമ്മൾ സാധാരണ കോവിഡിന് ഉപയോഗിക്കുന്ന മാസ്ക്. അതുകൊണ്ട് ഈ പൊടിപടലങ്ങളെയും കാർബണും ചാരവും മറ്റും ഉള്ളിൽ ചെല്ലാതിരിക്കാൻ നമുക്ക് ഉപകാരപ്പെടും. എന്നാൽ മറ്റ് ഗ്യാസുകൾക്ക്, പ്ലാസ്റ്റിക് കത്തിയിട്ട് നിരവധി മറ്റ് ഗ്യാസുകൾ ഉണ്ടാകുന്നുണ്ട്. അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ അതുണ്ട്. അത് തടഞ്ഞു നിർത്താൻ ഈ മാസ്കുകൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിവതും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു അനൗൺസ്മെന്റും മറ്റും വന്നത് അതുകൊണ്ടാണ്. ഇനി എന്റെ അഭിപ്രായത്തിൽ ഈ അവസരത്തിൽ ജനങ്ങൾ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. അത് IMAയും മറ്റ് ഡോക്ടർമാരും എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഈ ആശങ്കയുടെ ഒരു പ്രധാന കാരണം അവ്യക്തതയാണ്. അതായത് ഇതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ്. ലോകമെമ്പാടുമുള്ള സ്റ്റഡീസിൽ നിന്നും ഇത് ഓപ്പൺ വേസ്റ്റ് ബേണിംഗ് എന്ന് പറയും, OWB എന്നാണ് അതിന് പറയുക. അത് ലോകമെമ്പാടും സംഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത് ശരിയാണെന്ന് പറയുകയല്ല, തെറ്റ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ള പഠനങ്ങളുണ്ട്. ഈ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഉടൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇവിടെ ശ്രീ ഗിരിയും ശ്രീമതി റാണിയും ഈ കാര്യങ്ങൾ പറയുകയുണ്ടായി. അവർ പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്ത് കൂടുതൽ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരിൽ അല്പം ചുമ, ശ്വാസം മുട്ട്, അതുപോലെ തൊണ്ടയിലുള്ള നീറ്റൽ, വായിലുള്ള കൈപ്പിരസം, കണ്ണുകളിലുള്ള നീറ്റൽ, സ്കിന്നിലുണ്ടാകുന്ന, തൊലിപ്പുറത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഇനി മുൻകാലാടിസ്ഥാനത്തിൽ ചില ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർ, ഉദാഹരണത്തിന് ആസ്മ രോഗികൾ അല്ലെങ്കിൽ COPD എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതരം ശ്വാസകോശ രോഗമുണ്ട്, അതുള്ളവർ, അവരിൽ ചിലർ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയതായി കാണുന്നുണ്ട്. എങ്കിലും വൻതോതിൽ ഹോസ്പിറ്റലുകളിലേക്ക് നമ്മുടെ ജില്ലയിൽ നിന്നും അങ്ങനെ അധികം അഡ്മിഷൻസ് ഉണ്ടായിട്ടില്ല. അത് ഒരു നല്ല കാര്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്ട്. ലോങ് ടേം എഫക്ട് എന്നുള്ളത് ഇത് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടാകുമെന്നുള്ളതിൽ അവ്യക്തതയുണ്ട്. പക്ഷെ ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് തീർച്ചയായും ഇത് ഏറെക്കാലത്തേക്ക് നീണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് കൂടും എന്നുള്ളതാണ്. അല്ലാതെ നാളെ തന്നെ ഒരാൾക്ക് ക്യാൻസർ വരുമെന്നോ അബോർഷൻ ഉണ്ടാകുമെന്നോ ഭയക്കേണ്ട ഒരു കാര്യം ഇവിടെ കാണുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത്, ഇനിയിപ്പോ സംഭവിച്ചത് നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല, പക്ഷെ പിൽക്കാലത്ത് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശാശ്വതമായിട്ടുള്ള നടപടികളും കൈക്കൊണ്ടേ മതിയാവൂ എന്നുള്ളത് അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ
തീരുമാനിക്കണം എന്നുള്ളതാണ് IMA മുമ്പോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം. അതുപോലെ തന്നെ ജനങ്ങൾ പെടാതെ അതായത് ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവരവരുടെ കുടുംബ ഡോക്ടറെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഔട്ട് പേഷ്യന്റ് ചികിത്സ തന്നെ മതിയാകും. കിടത്തി ചികിത്സ തൽക്കാലം ആവശ്യമില്ല. ക്യാൻസർ റിസ്ക് മുതലായ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഏതൊരു കെമിക്കലിനെ പറ്റി വായിച്ചാലും മിക്കതിനും തന്നെ ക്യാൻസർ റിസ്ക് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ പെസ്റ്റിസൈഡ് ആണെങ്കിലും ഇപ്പൊ ഡീസൽ ആണെങ്കിലും കാറ്റഗറി 1 ക്യാൻസർ ഫ്യൂം ആണ് ഡീസൽ ഫ്യൂംസ്. ഡീസൽ പുക നമുക്ക് എല്ലായിടത്തും ഉള്ളതാണ്. അതും ഒരു കാറ്റഗറി 1 ക്യാൻസർ കോസിംഗ് ഫ്യൂം ആണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് ജനങ്ങൾ ഭയക്കരുത് എന്നുള്ള ഒരു സന്ദേശം എനിക്ക് പറയാനുണ്ട്. ഇത് വളരെ കാലം കൊണ്ടുള്ള എക്സ്പോഷർ കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാധാരണ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പൊതുജനാരോഗ്യപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കുക. അധികാരപ്പെട്ടവർ തീ അണയ്ക്കാനും പുക കെടുത്താനുമുള്ള നടപടികൾ കൈക്കൊള്ളുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫയർ ഡിപ്പാർട്ട്മെന്റും മറ്റും ഹിറ്റാച്ചിയും മറ്റും ഉപയോഗിച്ച് അത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണല്ലോ നമുക്ക് ഏറ്റവും വലിയ ആശങ്കയുണ്ടാകുന്നത്. ഇപ്പോൾ 1.5 മാസമൊക്കെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ മറ്റു സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടേണ്ടി വരുന്നു എന്ന് പറയും. നമുക്ക് പൊതിഞ്ഞു പിടിച്ച് കൊണ്ട് നടക്കുന്ന പ്രായമാണ്. ആ സമയത്ത് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിശപ്പ് കൈക്ക് താഴെ കഴിയേണ്ടി വരിക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയാണ്. അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രത്യേക കെയർ എന്താണ്? കുഞ്ഞുങ്ങളുടെ കാര്യം എന്ന് പറയുമ്പോൾ ഇതേ പ്രശ്നങ്ങൾ തന്നെ, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അഡൽട്സിൽ ഉണ്ടാകുന്ന പൊതുവായ പ്രശ്നങ്ങളും ഈ കുഞ്ഞുങ്ങൾക്കും കണ്ടുവന്നിട്ടുണ്ട് ടു സം എക്സ്റ്റെന്റ്. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പ്രത്യേകിച്ച് ആസ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത് പ്രതികരിക്കാനും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചെറിയ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ സംശയമുള്ളവർ അവരവരുടെ പീഡിയാട്രിഷ്യൻസുമായി കോൺടാക്ട് ചെയ്യുകയും ഇപ്പൊ ഫോണിലും മറ്റും ഡോക്ടർമാർ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അവരുമായി എന്തെങ്കിലും, അതായത് കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുമായിട്ട് അത് ചർച്ച ചെയ്യേണ്ടതാണ്. കടുത്ത പുകയുള്ള ഒരു സ്ഥലത്താണ് വീടെങ്കിൽ തീർച്ചയായും അതിന് മറ്റെന്തെങ്കിലും നടപടികൾ വേണോ എന്നുള്ളത് സ്വന്തം തൊട്ടടുത്തുള്ള ഡോക്ടറുമായി ചർച്ച ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രഹ്മപുരത്തുള്ള പരിസര പ്രദേശങ്ങളിൽ ധാരാളം മെഡിക്കൽ കെയർ ഇതിനു വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പുകളും അതുപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളും ലഭ്യമാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൽ തന്നെ ആരോഗ്യ പരിപാലനത്തിൽ, അതായത് ഹെൽത്ത് കെയർ ഡെലിവറിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ആരോഗ്യ സംവിധാനങ്ങളിൽ കുറവുകളൊന്നുമില്ല. എങ്കിലും ആ ചെയിൻ അതുപോലെ തന്നെ നിലനിർത്തണമെന്നുള്ളതും സംശയമുള്ളിടത്ത് ഡോക്ടറുമായി കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള ആശങ്ക ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ആശങ്കപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാകും, ഹെൽത്ത് കെയർ ഡിസാസ്റ്റർ ഉടനെ ഉണ്ടാകും എന്നുള്ളതിൽ പ്രത്യേകിച്ച് സൂചനയൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. ലോങ് ടേം കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് ഇതുവരെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ ഒരു വലിയൊരു ഡിസാസ്റ്റർ കണ്ടെത്തിയിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ലോങ് ടേം കോൺസിക്വൻസസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നേരത്തെ തന്നെ ഈ തീ അണയ്ക്കുക, അതുപോലെ പുക അണയ്ക്കുക എന്നുള്ള ദൗത്യത്തിൽ എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ജനങ്ങൾ വലിയ ആശങ്കയിൽ നിൽക്കുന്ന സമയമാണ്. ഈ പുക ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുകയുമാണ്. ഇത് എത്രത്തോളം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആശങ്കയുണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, പ്രായമായവരെ സംബന്ധിച്ച്, ആസ്മ അടക്കമുള്ള ശ്വസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ വലിയ ആശങ്കയാണ്. അതുകൊണ്ട് അങ്ങ് പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കൂടുതൽ ഉപയോഗപ്പെടും എന്ന് കൂടി വിശ്വസിക്കുന്നു. വളരെയധികം നന്ദി ഡോക്ടർ. ശ്രീ ടോണി ചമ്മിണി, 9 ദിവസം ഇന്നിപ്പോൾ ഈ സംവിധാനങ്ങൾ കുറച്ചുകൂടി ഉണർന്നു പ്രവർത്തിക്കുന്നു എന്ന ഒരു ധാരണ കൂടി ഉണ്ടാകുന്നു. മന്ത്രിമാർ അവിടെ വരുന്നു, യോഗം ചേരുന്നു, അതിനുശേഷം